ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാ സുമ്മ അമ്മാ ബഅദ്. ബാബു തയമ്മും. നമ്മൾ തയമ്മുമിൻ്റെ ബാബാണ്. ഇനി നമ്മളിപ്പോൾ കഴിഞ്ഞത് ഗുസ്ൽ അല്ലേ, ഗുസ്ലിൻ്റെ ബാബാണ്. ഇപ്പോൾ ഇനി തയമ്മും, ബാബു തയമ്മും 2 ഹദീസ് ഇൻഷാ അല്ലാഹ്. തയമ്മും എന്താ തയമ്മും അർത്ഥമാക്കുന്നത്? തയമ്മും അർത്ഥമാക്കുന്നത് അൽ ഖസ്ദ്, ഉദ്ദേശമാണ്. മനസ്സിലായേ? വെള്ളം ഉപയോഗിക്കാൻ ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള തടസ്സം ആവുകയോ ചെയ്താലാണ് തയമ്മും. മനസ്സിലായേ? വെള്ളം ഒരാൾ കാണാതിരിക്കുക, അത് 2 നിലക്കുണ്ടാവും. വെള്ളം കാണാതിരിക്കുക, ഒന്ന് വെള്ളം കിട്ടിയില്ല ഒരാൾക്ക്, അല്ലെങ്കിൽ ഹുക്കുമായിട്ട്. ഹുക്കുമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമുണ്ട് പക്ഷേ ഉപയോഗിക്കാൻ പറ്റില്ല, രോഗവും മറ്റോ. അപ്പോൾ അതിന് പകരമായിട്ട് ഒരാൾ ശുദ്ധമായ സഈദ്, ഭൂമിയുടെ പ്രതലത്തെ അല്ലെങ്കിൽ മണ്ണിനെ ലക്ഷ്യമാക്കുക, ഉദ്ദേശിക്കുക. അതിനാണ് തയമ്മം എന്ന് പറയുന്നത്. തയമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഉദ്ദേശം എന്നാണ്. സാങ്കേതികമായിട്ട് പറയുമ്പോൾ വെള്ളം ലഭിക്കാതിരിക്കുകയോ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിന് പകരമായിട്ട് തയമ്മം മണ്ണിനെ അല്ലെങ്കിൽ ശുദ്ധമായ ഭൂതലത്തെ ഉദ്ദേശിക്കുന്നതിനാണ് തയമ്മം എന്ന് പറയുന്നത്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ കൊണ്ടും വെള്ളം കൊണ്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ മണ്ണുമുണ്ട് വെള്ളമുണ്ട്. ശുദ്ധിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിസ്ഥാനമായിട്ട് പറഞ്ഞത് വെള്ളത്തെയാണ്. അപ്പോൾ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് പകരം അള്ളാഹു നിശ്ചയിച്ചത് മണ്ണാണ്. അതിൽ അള്ളാഹ്ക്ക് ഈ ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ മണ്ണ്, ഇത് രണ്ടാലൊന്ന് നിശ്ചയിച്ചതിൽ അള്ളാഹ്ക്ക് വലിയ ഹിക്മത്ത് ഉണ്ടായിരിക്കും. തയമ്മുമിൻ്റെ രീതി, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ വരുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് കൂടുതൽ പറയേണ്ടതില്ല, ഹദീസിൻ്റെ ഷറഹിൽ അത് വരും. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഉഅതീതു ഖംസൻ ലം യുഅതഹുന്ന അഹദുൻ ഖബ്ലി നുസിർതു ബിർറുഅബി മസീറത ഷഹ്രിൻ വജുഇലത് ലിയൽ അർദ മസ്ജിദൻ വതഹൂറ ഫഅയ്യുമാ റജുലിൻ അദ്റകത്ഹു الصلاة ഫല്യുസല്ലി. വഫി ഹദീസിൻ ഹുദൈഫത عند مسلم وجعلت تربتها لنا طهورا إذا لم نجد الماء. وعن علي عند أحمد وجعل التراب لي طهورا. ഈ ഹദീസ്, ഒന്നാമത്തെ ഹദീസ്, അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു. ജാബിർ ഇബ്നു അബ്ദില്ല. നമുക്ക് വന്ന റാവി വന്നിട്ടുണ്ടോ? ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു തആല അൻഹു. ജാബിർ ഇബ്നു അബ്ദില്ല അദ്ദേഹം അൻസാരിയാണ്, ഖസ്റജിയാണ്. അൽ അൻസാരിയുൽ ഖസ്റജി അസ്സലമി. ജാബിർ ഇബ്നു അബ്ദുള്ള ഇബ്നു ഹറാം. അബ്ദുള്ള ഇബ്നു ഹറാമാണ് വാപ്പ. നമുക്ക് വന്നിട്ടുണ്ട്, ജാബിർ വന്നിട്ടുണ്ടല്ലേ. നമ്മൾ ഹിജറയുടെ 70-ലല്ലേ മരണം? അല്ല, 70-ലാണ്. ഹിജറയുടെ 70-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ബൈഅത്തുൽ അഖബയിൽ പങ്കെടുത്ത് മരണപ്പെട്ട അവസാനത്തെ സഹാബി കൂടിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. നമുക്ക് വന്നാണ് മുമ്പ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഅതീതു ഖംസൻ. ഉഅതീതു, ഞാൻ നൽകപ്പെട്ടു, എന്നാൽ എനിക്ക് നൽകപ്പെട്ടു. ഉഅതീതു, എനിക്ക് നൽകപ്പെട്ടു. ഖംസൻ, എന്താ നൽകപ്പെട്ടത്? 5 കാര്യങ്ങൾ. ലം യുഅതഹുന്ന അഹദുൻ ഖബ്ലി. ലം യുഅതഹുൻ, അവ നൽകപ്പെട്ടിട്ടില്ല. അഹദുൻ ഖബ്ലി, എൻ്റെ മുമ്പ് ഒരാൾക്കും. ലം യുഅതഹുന്ന അഹദുൻ ഖബ്ലി, എൻ്റെ മുമ്പ് ഒരാൾക്കും അവ നൽകപ്പെട്ടിട്ടില്ല.
നുസിർതു ബിർറുഅബി മസീറത ഷഹർ. നുസിർതു നുസിർതു ഞാൻ സഹായിക്കപ്പെട്ടു. ബിർറുഅബ്, റുഅബ് എന്ന് പറഞ്ഞാൽ ഖൗഫ്, ഫസ, ഭീതി, പേടി, ഭീതി കൊണ്ട് അല്ലെങ്കിൽ പേടിയാൽ. മസീറത്ത് ഷഹരിൻ, മസീറത്ത് ഷഹർ ഒരു മാസത്തെ മസീറത്ത് വഴിദൂരം. അപ്പം എന്താ? നുസിർതു ബിർറുഅബി മസീറത്ത് ഷഹർ, ഒരു മാസത്തെ വഴിദൂരം കൊണ്ട്, റുഅബിനാൽ അല്ല, ഒരു മാസത്തെ വഴിദൂരം റുഅബ് കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു. ഭീതി കൊണ്ട്, പേടി കൊണ്ട്. റുഅബ് പറഞ്ഞാൽ ഖൗഫ്, നല്ല പേടിക്കാൻ പറയാം, അല്ലെങ്കിൽ ഫസ, ഫസ, ഫസ കൊണ്ട് അല്ലെങ്കിൽ ഖൗഫ് കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു. നമുക്ക് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. വജുഇലത് ലി അൽ അർദ മസ്ജിദൻ വതഹൂറ. ജുഇലത് ലി അൽ അർദു, സഹി. ജുഇലത് ലി എനിക്ക് ആക്കപ്പെട്ടു, ജുഇലത് ലി എനിക്ക് ആക്കപ്പെട്ടു, അൽ അർദു ഭൂമി, മസ്ജിദൻ വതഹൂറ, മസ്ജിദൻ പള്ളി, നമസ്കാര സ്ഥലം, വതഹൂറ ശുദ്ധി വരുത്തുവാൻ, ക്ഷമതയുള്ളത്, ശുദ്ധി വരുത്തുവാൻ ക്ഷമതയുള്ളത്. ഫഅയ്യുമാ റജുലിൻ, അതിനാൽ ഏതൊരു മനുഷ്യനാണോ, ഫഅയ്യുമാ റജുലിൻ ഏതൊരു മനുഷ്യനാണോ, അദ്റകത്ഹു സല, അദ്റകത്ഹു അയാൾക്ക് എത്തി, അസല നമസ്കാരം, സലാത്ത് ആർക്കാണോ എത്തിയത്, ഫൽയുസല്ലി അവൻ നമസ്കരിക്കട്ടെ, അവൻ നമസ്കരിക്കട്ടെ. ഇതാണ് നമ്മുടെ വിഷയം. ജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതഹൂറ ഫഅയ്യുമാ റജുലിൻ അദ്റകത്ഹു സലാത്തു ഫൽയുസല്ലി. അതിനുശേഷം വദക്കറൽ ഹദീസ്, എന്നിട്ട് അദ്ദേഹം ഹദീസ് പറഞ്ഞു, ബാക്കി പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് വദക്കറൽ ഹദീസ് എന്നുണ്ട് അവിടെ ബാക്കി, അതായത് ഈ ഹദീസിന് എന്തുണ്ട് ഇനി ബാക്കിയുണ്ട്, അത് അദ്ദേഹം വീണ്ടും പറഞ്ഞു എന്നുള്ള. അത് വദക്കറൽ ഹദീസ്, വദക്കറൽ ഹദീസ് എന്ന് പറഞ്ഞാലേ ഇത് ഇനി ഉണ്ടല്ലോ 5 കാര്യങ്ങളാണല്ലോ, ഇവിടെ 2 കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ആ ബാക്കി കാര്യങ്ങൾ ഇനി പറയാണ്ട്, അത് വദക്കറൽ ഹദീസ്. പിന്നെ അദ്ദേഹം ഇത് ബാക്കി ഹദീസ് പറഞ്ഞു എന്നാണ്. ഇവിടെ നമുക്ക് വേണ്ട ഭാഗം പറഞ്ഞതിന് ശേഷം നിർത്തി. പിന്നെ വദക്കറൽ ഹദീസ്, ജാബിർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിൻ്റെ ബാക്കി അദ്ദേഹം തുടർത്തിയിട്ടുണ്ട്. ഇതാണ് ഒരേ ഹദീസ്. ജാബിറിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഅതീതു ഖംസൻ ലം യുഅതഹുന്ന അഹദുൻ ഖബ്ലി, 5 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടു, എൻ്റെ മുമ്പ് ഒരാൾക്കും അവ നൽകപ്പെട്ടിട്ടില്ല. എന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ അത് ഒരു നബിക്കും എന്ത് ചെയ്തിട്ടില്ല, നൽകിയിട്ടില്ല. ഒന്നാമത്തേത് നുസിർതു ബിർറുഅബി മസീറത ഷഹർ, ഒരു മാസത്തെ വഴി ദൂരം റുഅബ് കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു മാസത്തെ വഴിദൂരം വിട്ടാകുമ്പോൾ തന്നെ നബിയെക്കുറിച്ചുള്ള പേടി, ഭീതി ശത്രുവിൽ അല്ലാഹു വിട്ടു കൊടുക്കും. അതാണ് ഒരു ശത്രു ഒരു മാസത്തെ വഴിദൂരത്തുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഭീതി എന്ത് ചെയ്യും, ആ ശത്രുവിൻ്റെ മനസ്സിൽ അല്ലാഹു ഒരു മാസത്തെ വഴിദൂരം ആ ദൂരത്ത് തന്നെ ഇട്ട് കൊടുക്കും. എന്നാൽ ശത്രുവിന് പേടിയായിരിക്കും എന്നർത്ഥം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് റസൂലുള്ളാഹിയെക്കുറിച്ച് ഒരു ഭീതിയായിരിക്കും. ചിലർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളൊക്കെ നബിയിൽ നിന്ന് ഒരു മാസത്തെ ദൂരത്തിലായിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? ഒരു മാസത്തെ വഴിദൂരം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തൊന്നും ഉണ്ടായില്ല. അങ്ങനത്തെ ആ രീതി ഉണ്ടാക്കണ പിന്നെ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു പോറലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ശത്രു ഉണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥം. ഏതായാലും അവിടെ ഇതാണ് ശരിയായിട്ടുള്ള അഭിപ്രായമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു മാസത്തെ വഴിദൂരം ശത്രുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാകുമ്പോൾ ആ ശത്രുവിൻ്റെ മനസ്സിൽ എന്ത് ചെയ്യും, റസൂലുള്ളാഹിയെക്കുറിച്ചുള്ള ഭീതി അള്ളാഹു ഇട്ട് കൊടുക്കും, റസൂലുള്ളാഹിയെക്കുറിച്ചുള്ള പേടി ഇട്ട് കൊടുക്കും. അതിൻ്റെ അർത്ഥം ശത്രു വരില്ല എന്നോ ആക്രമിക്കൂല എന്നില്ല, പക്ഷേ വരുന്നുണ്ടെങ്കിലും എന്തുണ്ടാവും, ഒരു ഉൾക്കിടിലത്തോടു കൂടിയാണ് വരിക എന്നർത്ഥം. രണ്ടാമത്തേത് വജുഇലത് ലി അൽ അർദ്,
ഭൂമി എനിക്ക് ആക്കപ്പെട്ടു മസ്ജിദൻ, നമസ്കരിക്കാനുള്ള സ്ഥലം. സുജൂദ് ചെയ്യാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാനുള്ള സ്ഥലം. എവിടെ എന്ത് ചെയ്യുക? നിസ്കരിക്കാം ഭൂമിയിൽ. വ തഹൂറൻ, തഹൂർ ശുദ്ധി വരുത്തുവാൻ ഉള്ള വസ്തു. തഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധി വരുത്താനുള്ള വസ്തു. ഭൂമിയിലുള്ളത് മണ്ണാണ്, അപ്പോൾ അത് മണ്ണ്. തുഹൂർ എന്നും തഹൂർ എന്നും പറയും. തഹൂർ എന്ന് ത്വാക്ക് ഫതഹാകുമ്പോൾ ശുദ്ധി വരുത്താനുള്ള ദ്രവ്യം, തുഹൂർ ആകുമ്പോൾ മസ്ദർ ശുദ്ധി വരുത്തൽ. ഇവിടെ വ തഹൂറ ശുദ്ധി വരുത്താനുള്ള ദ്രവ്യം, ശുദ്ധി വരുത്തുവാൻ ക്ഷമതയുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് റസൂൽ പറയണം ഫഅയ്യുമ റജുലിൻ, അതിനാൽ ഏതൊരു മനുഷ്യനും അദ്റകത്തു ഹുസല, അയാൾക്ക് നമസ്കാരം എത്തിയിട്ടുണ്ട് എങ്കിൽ ഫലിയുസല്ലി, അയാൾ നിസ്കരിക്കട്ടെ. വെള്ളമില്ലാന്ന് വിചാരിച്ചിട്ട് നിസ്കാര സമയമായിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാതിരിക്കണ്ട. വെള്ളമില്ലെങ്കിൽ എന്തുണ്ട്? മണ്ണുണ്ട്. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി പള്ളിയില്ല അടുത്തൊന്നും, അത് വിചാരിച്ചിട്ട് നിസ്കരിക്കാൻ ധരിക്കണ്ട. എന്ത് ചെയ്യുന്നത് മതി? എവിടെയാണോ ഉള്ളത് അവിടെ നിസ്കരിക്കുക. പക്ഷേ പിന്നെ ഭൂമിയിൽ ചില സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നിസ്കരിക്കാൻ പാടില്ല, നജസ്സുള്ള സ്ഥലം, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളില്ലേ. അപ്പോൾ പിന്നെ ഇതാണ് ഒന്നാമത്തെ ഹദീസ്. أعطيت خمسا لم يعطهن أحد قبلي نصرت بالرعب مسيرة شهر وجعلت لي الأرض مسجدا وطهورا فأيما رجل أدركته الصلاة فليصلي. وفي حديث حذيفة عند مسلم, ഹുദൈഫയുടെ ഹദീസിലുണ്ട്. ഇന്ദ മുസ്ലിമിൻ, ആരടുത്ത്? മുസ്ലിമിൻ്റെ അടുത്ത്. ഇന്ദ മുസ്ലിമിൻ, മുസ്ലിമിൻ്റെ അടുത്ത്. അപ്പോൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹുദൈഫയുടെ ഹദീസിലുണ്ട്. എന്താ ഉള്ളത്? വജുഇലത് തുർബതുഹാ ലനാ തഹൂറൻ ഇദാ ലം നജിദിൽ മാ. വജുഇലത് തുർബതുഹാ, തുർബത്ത് മണ്ണ്, തുർബത്ത് ആണ് മണ്ണ്, തുറാബ്. ജുഇലത് തുർബതുഹാ, ഭൂമിയിലെ മണ്ണ് ആക്കപ്പെട്ടിട്ടുണ്ട്, ലന നമുക്ക്, തഹൂറൻ ശുദ്ധി വരുത്തുവാൻ ഉള്ള ദ്രവ്യം, ശുദ്ധി വരുത്തുവാൻ ക്ഷമതയുള്ളത്. എപ്പോൾ? ഇദാലം നജിദിൽമ, ഇദാലം നജിദിൽമ ഞങ്ങൾ വെള്ളം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, ഇദാലം നജിദിൽമ ഞങ്ങൾ വെള്ളം കണ്ടെത്തിയില്ലെങ്കിൽ. അപ്പം ഞങ്ങൾ വെള്ളം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഭൂമിയിലെ തുർബത്ത് മണ്ണ് ഞങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ ക്ഷമതയുള്ളത് ജുഇലത്ത് ആക്കപ്പെട്ടിട്ടുണ്ട്. അത് ആരുടേതാണ്? ഹുദൈഫയുടെ ഹദീസിലാണത്. ആരാ ഈ ഹുദൈഫ? സാഹിബ് സിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫ ഇബ്നുൽ യമാൻ, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ അൽ അബസി. അദ്ദേഹം ബനു അബസ് ഗോത്രക്കാരനാണ്. അൽ അബസി. ഹിജ്റയുടെ 36 അദ്ദേഹം മരണപ്പെടുന്നത്. 36. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ. അൽ യമാൻ എന്നുള്ളത് വാപ്പാൻ്റെ പേരാ. അൽ യമാൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ പേരാ. യമാനി എന്നല്ല, ഇങ്ങനെയാണ് അൽ യമാൻ. വഅൻ അലിയിൻ റളിയല്ലാഹു അൻഹു ഇൻദ അഹ്മദ്. വഅൻ അലിയിൻ, അലിയിൽ നിന്ന് നിവേദനം. ഇൻദ അഹ്മദ്, ആരുടെ അടുക്കൽ? അഹ്മദിൻ്റെ അടുക്കൽ. ഇമാം അഹ്മദിൻ്റെ അടുക്കൽ അലിയിൽ നിന്നുള്ള നിവേദനത്തിൽ വജുഇല തുറാബു ലി തഹൂറ, അങ്ങനെയാണുള്ളത്. വജുഇല തുറാബ് മണ്ണ് ആക്കപ്പെട്ടിട്ടുണ്ട്, ലി എനിക്ക്, തഹൂറൻ, ദ തഹൂർ ശുദ്ധി വരുത്തുവാൻ ക്ഷമതയുള്ളത്, ശുദ്ധി വരുത്താനുള്ള ദ്രവ്യം, ശുദ്ധി വരുത്തുവാൻ ക്ഷമതയുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് ഇവിടെ ഇതുവരെയാണ്. അതിൻ്റെ വിവിധ റിവായത്തുകളാണ് ഇവിടെ കൊടുത്തത്. അലിയാരിൽ നിന്നുള്ള റിവായത്ത്, ഹുദൈഫയിൽ നിന്നുള്ള റിവായത്ത്, ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് റിവായത്ത്. ഇതിൽ ഉഅ്തീതു ഖംസൻ എന്നാണ് 5 കാര്യങ്ങൾ നൽകപ്പെട്ട്. ഇവിടെ 2 പറഞ്ഞത്. ഒന്ന് ഭൂമി തഹൂറും മസ്ജിദുമാക്കി. 1 പിന്നെ നുസിർതു ബിർറോ മസീറത്ത് ഷഹർ. 2 ജുഅലത് ലി അൽ അർള മസ്ജിദൻ വ തഹൂറ. 3, 4, 5 ഇവിടെ പറഞ്ഞില്ല. 3-ാമത്തേത് റസൂലുള്ളാഹിക്ക് ഗനീമത്ത് അനുവദിക്കപ്പെട്ടു. ഗനീമത്ത്, പിന്നെ ഗനീമത്ത് അനുവദിക്കപ്പെട്ടു. റസൂലുള്ളാഹിനെ പിന്നെ
ജനങ്ങൾക്ക് മൊത്തത്തിൽ നബിയായി നിയോഗിക്കപ്പെട്ടു. എല്ലാ നബിമാരും അവരുടെ കൗമിലേക്ക് പ്രത്യേകമായിട്ടാണ് വരിക. പക്ഷേ റസൂലുള്ളാഹിൻ്റെ ബിഅ്സത്ത് അത് മുഴുവൻ ജനങ്ങൾക്കുമായിരുന്നു. പിന്നെ അഞ്ചാമത്തേത് ഷഫാഅത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമാണ് ഷഫാഅത്തുൽ ഉദ്മ, വിചാരണക്കെടുക്കാൻ വേണ്ടിയിട്ട് പറയാനുള്ള ഷഫാഅത്ത്. അതാണ് 5 കാര്യങ്ങൾ. ഗനീമത്തും അങ്ങനെ എഴുതിയാൽ മതി, അപ്പോൾ ഓർമ്മ വരൂലേ. ഗനീമത്ത്, ഷഫാഅത്ത്, പിന്നെ ബിഅ്സത്ത്. റസൂലുള്ളാഹിക്ക് ഗനീമത്ത് യുദ്ധാർജിത സ്വത്ത് അനുവദിച്ചു. ഷഫാഅത്ത് റസൂലുള്ളാഹിക്ക് പ്രത്യേകമാണ് അന്ത്യനാളിൽ. ഏത് ഷഫാഅത്ത്? ഷഫാഅത്തുൽ കുബ്ര. പിന്നെ റസൂലുള്ളാഹിൻ്റെ ബിഅ്സത്തിൻ്റെ പ്രത്യേകത എന്താ? റസൂലുള്ളാഹി മുഴുവൻ ജനങ്ങളിലേക്കും നബിയായി നിയോഗിക്കപ്പെട്ടു. എന്നാൽ പൂർവ്വകാലത്തെ നബിമാരൊക്കെ അവരുടെ സമൂഹങ്ങളിലേക്ക് മാത്രം പ്രത്യേകമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. അതാണ് പിന്നെ ഇതിൽ ബാക്കിയുള്ള 5 കാര്യങ്ങൾ. ബാക്കിയുള്ള 3 കാര്യങ്ങൾ തുർബത്ത് പ്രയോഗിച്ച്, ഇവിടെ അർദ് പ്രയോഗിച്ച്, ഇവിടെ തുറാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഫതയമ്മമു സഈദൻ തയ്യിബ എന്നാണ്. നിങ്ങളെന്ത് ചെയ്തു? വെള്ളം കണ്ടെത്തിയില്ല എങ്കിൽ സഈദൻ തയ്യിബിൽ, ശുദ്ധമായ സഈദിൽ നിങ്ങൾ തയമ്മം ചെയ്യാന്നാണ് പറഞ്ഞത്. സഈദൻ തയ്യിബൻ. സഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിക്ക് ഉപരിയിലുള്ള സ്ഥലങ്ങളാണ്. ഭൂമിയുടെ ഉപരിക്കാണ് സഈദ് എന്ന് പറയാം. ചില ആളുകൾ സഈദൻ തയ്യിബൻ എന്ന് പറഞ്ഞാൽ തുറാബ്, മണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സഈദ് എന്നുള്ളതിൻ്റെ ഭാഷാർത്ഥം ശരിക്കും എന്താണ്? ഭൂമിക്കുപരിയിലുള്ളതാണ്. അപ്പോൾ ഭൂമിക്കുപരിയിൽ എവിടെയും തച്ചാൽ അത് മതിയോ, അതല്ല മണ്ണിൽ തന്നെ തല്ലണം? അത് പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ളൊരു വിഷയമാണ്. ഷാഫിഈയാക്കളും ഹംബലികളും മണ്ണ് വേണം എന്ന് പറഞ്ഞു. കാരണം എന്താ പ്രയോഗിച്ചാണ്ടോ? വജുഇലത് തുർബത്തുഹ ലനാ തഹൂറ. ഇവിടെ വജുഇലത് തുറാബുലി തഹൂറ എന്നാണ്. എന്നാൽ ഹനഫികളും മാലിക്കികളും മറ്റും പറഞ്ഞത് പിന്നെ മണ്ണ് ഷർത്തല്ല. പിന്നെയോ ഇവിടെ അല്ല അർദ് എന്നാണ് പ്രയോഗിച്ചത്, ഭൂമി എന്നാണ് പ്രയോഗിച്ചത്. ഭൂമിയിൽ പാറ ഉണ്ടാകും, ഭൂമിയിൽ മണ്ണുണ്ടാകും, ഭൂമിയിൽ മണലുണ്ടാകും. മണ്ണും മണലും വേറെയാണ്, മനസ്സിലല്ലേ? അതേപോലെ തന്നെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സഈദ് എന്നാണ് പ്രയോഗിച്ചത്. അതുകൊണ്ട് മണ്ണ് ഷർത്തല്ല, ഭൂമിക്കുപരിയിൽ അടിച്ചാൽ മതി എന്നാണ് പിന്നെ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറഞ്ഞത്. ചില പണ്ഡിതന്മാർ ഈ തുറാബ് എന്ന് പ്രയോഗിച്ചത് ഷാദായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ ആ രീതിയിൽ വിശേഷിപ്പിക്കേണ്ട ഒരു ഹാജത്തില്ല. ഒരാൾ മണ്ണിലടിച്ചാൽ അയാളുടെ തയമ്മം ശരിയാണ്. അതല്ല, പൊടിയുള്ള രീതിയിൽ ഭൂമിക്കുപരിയിൽ ഏതൊരു സ്ഥലത്ത് അടിച്ചിട്ടുണ്ടെങ്കിലും എന്താണ്, അയാളുടെ തയമ്മം ശരിയാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള ഹദീസുകളിൽ ഇതിൻ്റെ മസല വരും. അപ്പോൾ ഇവിടെ ഒന്നുകൂടി വിശദീകരിക്കാം. കാരണം പിന്നെ ചില ഹദീസുകൾ ഒന്നുകൂടി എന്തുണ്ട് തയമ്മമിൻ്റെ രീതി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൈഫിയത്ത് ഒന്നുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് വരും. മണ്ണ് അല്ല് തയമ്മം ചെയ്താലും ഇനി മണ്ണില്ലാത്തൊരു സ്ഥലം, അത് പിന്നെ പാറപ്പുറാകട്ടെ അല്ലെങ്കിൽ ഭൂമിക്കുപരിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താകട്ടെ, അവിടെ മണ്ണില്ല പക്ഷേ ഒരാൾ അടിച്ച് അയാളുടെ കയ്യിൽ പൊടിയായിട്ടുണ്ട് എങ്കിൽ അതുകൊണ്ട് അയാൾ തയമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ തയമ്മം ശരിയാണ്. ഇനി ഈ അടുത്ത ഈ ഹദീസ് വഅൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമാ ഖാല ബഅസനി അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാജത്തിൻ ഫഅജ്നബ്ത് ഫലം അജിദിൽ മാഅ ഫതമറഗ്തു ഫി الصعيد كما تتمرغ الدابة ثم أتيت النبي صلى الله عليه وسلم فذكرت له ذلك فقال إنما يكفيك أن تقول بيديك هكذا ثم ضرب بيديه الأرض ضربة واحدة ثم مسح الشمال على اليمين وظاهر كفيه ووجهه متفق عليه واللفظ لمسلم وفي رواية للبخاري وضرب بكفيه الأرض ونفخ فيهما ثم مسح وجهه وكفيه. طيب അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു നിവേദനം. അമ്മാർ ഇബ്നു യാസിർ, അറിയ അമ്മാർ ഇബ്നു യാസിർ? അമ്മാർ ഇബ്നു യാസിർ സഹാബിയാണ്. അമ്മാർ
ഇബ്നു യാസിർ, അമ്മാർ ഇബ്നു യാസിർ അൽ അനസി, അദ്ദേഹം അനസിയാണ്. ഇത് അബസി അല്ല പറഞ്ഞ ജാബിറിനെ കുറിച്ച്, അദ്ദേഹം അനസിയാണ്. അനസ് അൽ അനസി, യമനാണ് അടിസ്ഥാനം. അൽ അനസി. അമ്മാർ ബിൻ യാസിർ, അദ്ദേഹത്തിൻ്റെ മാതാവാര സുമയ്യ ബിന്തുൽ ഖബ്ബാത്ത്, സുമയ്യ ബിന്തുൽ ഖബ്ബാത്ത്. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹുമ, യാസിറാണ് വാപ്പ അല്ലേ. ഈ യാസിറും യാസിറിൻ്റെ സഹോദരനായ അൽ ഹാരിസും അതേപോലെ തന്നെ മാലിക്, ഹാരിസ് മാലിക് യാസിർ, ഈ 3 പേര് ഇവർ പിന്നെ മക്കത്തേക്ക് വന്നാണ്. യമനിൽ നിന്ന് മക്കയിലേക്ക് വന്ന് അവർ വന്നത് അവരുടെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ട്, ഈ യാസിറിൻ്റെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ട്. അപ്പോൾ ആ സഹോദരനെ അന്വേഷിച്ചിട്ടാണ് 3 ആളുകൾ, യാസിറും ഹാരിസും മാലിക്കും മക്കയിലേക്ക് വന്നത്. അങ്ങനെ അവർ മക്കയിൽ അന്വേഷണം കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ യാസിർ മക്കയിൽ തങ്ങി, ഹാരിസും മാലിക്കും മടങ്ങിപ്പോയി, യമനിക്ക് മടങ്ങിപ്പോയി. മനസ്സിലേ. യാസിർ മക്കയിൽ കഴിയുമ്പോൾ യാസിർ മക്കാരനായ അബൂ ഹുദൈഫ അൽ മഖ്സൂമി, ബനു മഖ്സൂം ഗോത്രക്കാരനായ അബൂ ഹുദൈഫ എന്ന വ്യക്തിയുമായിട്ട് സഖ്യത്തിലായി, കൂട്ടുകെട്ടായി. അങ്ങനെ ആ കൂട്ടുകെട്ടിൽ ബനു മഖ്സൂം ഗോത്രത്തിലെ അബൂ ഹുദൈഫയുടെ അടിമയായ സുമയ്യ ബിന്ത് ഖബ്ബാത്തിനെ കല്യാണം കഴിച്ചു കൊടുത്ത്. സുമയ്യ അടിമപ്പെണ്ണാണ്, അടിമയാണ്. യാസിർ അടിമല്ല. പക്ഷേ കൂട്ടുകെട്ടിൽ എന്ത് ചെയ്തു, അബൂ ഹുദൈഫ അൽ മഖ്സൂമി തൻ്റെ വീട്ടിലെ പിന്നെ അടിമപ്പെണ്ണിനെ യാസിറിന് കല്യാണം കഴിച്ചു കൊടുത്ത്. അങ്ങനെ യാസിർ സുമയ്യ ബിന്ത് ഖബ്ബാത്ത് ദമ്പതികൾക്ക് പിറന്ന കുഞ്ഞാണ് ആര്? അമ്മാർ. സുമയ്യ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് ഷഹീദായ മഹദിയാണ് സുമയ്യ. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചപ്പെട്ടവരാണ് അമ്മാറും യാസിറും ഒക്കെ, സുമയ്യയും ഒക്കെ. അപ്പോൾ അതാണ് യാസിറുല്ലാഹിൻ്റെ ചരിത്രം, അവർ മക്കയിൽ വരാൻ ഉണ്ടായ ചരിത്രം. എന്നിട്ട് പിന്നെ ഈ അമ്മാർ അവിടെ കുട്ടി ഉണ്ടാകാനുള്ള ചരിത്രവും അതാണ്. അമ്മാർ ആ ചരിത്രത്തിൽ പിന്നെ അമ്മാറാണ് ആദ്യം ഇസ്ലാം സ്വീകരിക്കുന്നത്. എന്നിട്ട് അവരുടെ ദഅവത്തിലാണ് യാസിറും സുമയ്യൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നത്, അമ്മാറിൻ്റെ ദഅവത്തിലാണ്. അമ്മാർ ഷഹീദാകുന്നത് സിഫീൻ യുദ്ധത്തിലാണ്, ഹിജ്റയുടെ 37 സിഫീൻ യുദ്ധം. അലി റളിയല്ലാഹു തആലയുടെ പക്ഷത്ത് അദ്ദേഹം പുറപ്പെട്ട് അലിയാരോടൊപ്പം. അങ്ങനെ അമ്മാർ എന്ത് ചെയ്ത് സിഫീനിൽ വെച്ചിട്ട് വധിക്കപ്പെട്ട് ഷഹീദായി. അമ്മാർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഖന്തക്കിൽ കിടങ്ങു കുഴിക്കുമ്പോൾ അമ്മാർ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞ് തഖ്തുലു കൽഫിഅത്തുൽ ബാഗിയത്തായ ഒരു വിഭാഗമായിരിക്കും നിങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞു. ബാഗിയത്ത് എന്നാൽ തെറ്റുകാരായ അതിക്രമി ഒരു വിഭാഗമായിരിക്കും നിങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹിയുടെ ഖന്തക്കിൽ. അതുകൊണ്ട് തന്നെ അമ്മാർ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്നത് സിഫീനിൽ ഒരു പോയിൻ്റായിരുന്നു പലർക്കും. കാരണം പിന്നെ അലിയാരും പിന്നെ മുആവിയയാണ്. മുആവിയ, അലിയാരുടെ പക്ഷത്ത് അബൂ മൂസ അശ്അരി തുടങ്ങിയ സഹാബികൾ, ഹസൻ ഹുസൈൻ ഇവരൊക്കെ. അപ്പുറത്ത് മുആവിയയും അംർ ബിൻ ആസും കൂട്ടരും ശരി സഹാബികളാണ്. പലരും എന്ത് ചെയ്തു, ഇത് മുസ്ലിമീങ്ങളായ ഏറ്റുമുട്ടലിൽ മാറി നിന്ന് പങ്കെടുത്തില്ല. പക്ഷേ അമ്മാർ വധിക്കപ്പെടുന്നത് നോക്കി നിന്ന് അബുൽ ഖാദിയ എന്ന് പറയുന്ന ഒരു വ്യക്തി, മുആവിയ റളിയല്ലാഹുവിൻ്റെ പക്ഷത്തായിരുന്നു അയാളുണ്ടായിരുന്നത്. അയാൾ അമ്മാറിനെ കൊന്നപ്പോൾ പലർക്കും ബോധ്യപ്പെട്ട് ശരി ആരുടെ പക്ഷത്താണ്, അലിയാരുടെ പക്ഷത്താണ്. അപ്പോഴാണ് പലരും എന്ത് ചെയ്തത്, അലിയാരുടെ പക്ഷത്തേക്ക് ഇറങ്ങിയിട്ട് മുആവിയക്കെതിരിൽ യുദ്ധം നയിച്ചത്. നിങ്ങളെ വധിക്കൽ പിന്നെ അക്രമകാരിയായ വിഭാഗമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അമ്മാർ വധിക്കപ്പെടും ചെയ്ത് സിഫീനിൽ. അപ്പോൾ എന്ത് ചെയ്ത് അത് ഈ പക്ഷം ശരിയാണ് എന്ന് അവർ വാദിച്ച്, അലിയാരുടെ പക്ഷം. അപ്പോൾ മറുപക്ഷം വാദിച്ച് പിന്നെ അമ്മാറിനെ ആരാണ് സിഫീനിലേക്ക് കൊണ്ടുവന്നത് അവരാണ് അദ്ദേഹം മരിക്കാൻ കാരണം. ആണോ ഫിത്തനൻ്റെ പോക്ക് നോക്കി നിങ്ങൾ. ഫിത്തന അടങ്ങാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു. അപ്പോൾ ഫിത്തനക്ക് വേറെ മുഖം വരികയാണ്. അപ്പോൾ കൊണ്ടുവന്ന ആളാരാണോ അവരാണ് കൊന്നത് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് മറുഭാഗവും വാദിച്ച്. ഏതായാലും അതൊരു ഒരു വലിയ ഫിത്തനയായിരുന്നു. അതിൽ ഒരു പരീക്ഷണം, ആ പരീക്ഷണത്തിൽ ശരിയുടെ പക്ഷം അലിയാരുടെ പക്ഷമായിരുന്നു. അള്ളാഹു എല്ലാവരെയും തൃപ്തിപ്പെട്ടവരാണ് സഹാബികളെ.
അതുകൊണ്ട് നമുക്കതിനപ്പുറം പിന്നെ ഇനി അവരുടെ വിഷയത്തിൽ സംസാരിക്കേണ്ടതില്ല. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, ഖാല അമ്മാർ പറഞ്ഞു, ബഅസനി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നിയോഗിച്ചു, ഫി ഹാജത്തിൻ ഒരാവശ്യത്തിന് എന്നെ നിയോഗിച്ചു. ഫഅജ്നബ്തു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ജനാബത്തുകാരനായി. ഫലം അജിദിൽ മാ, ഫഅജ്നബ്തു ഞാൻ ജനാബത്തുകാരനായി. ഫലം അജിദിൽ മാ, ഞാൻ വെള്ളം കണ്ടെത്തിയില്ല. ജനാബത്തുകാരനായി കുളിക്കണം എന്ന് പറഞ്ഞില്ലേ, പക്ഷെ കുളിക്കാനുള്ള വെള്ളം ഞാൻ കണ്ടെത്തിയില്ല. ഫതമറഗ്തു ഫി സഈദ്, ഫതമറഗ്തു, തമറഗ എന്ന് പറഞ്ഞാൽ എന്താ, പുരളുക എന്നല്ലേ. കാലികളൊക്കെ മണ്ണിൽ പുരളൂലേ, അതിന് പറയാം പുരളുക. ഫലം അജിദിൽമ, ഞാൻ വെള്ളം കണ്ടെത്തിയില്ല കുളിക്കാൻ. ഫതമറഗ്തു ഫി സഈദ്, അപ്പോൾ ഞാൻ മണ്ണിൽ ഉരുണ്ട് മറിഞ്ഞു. ഫതമറഗ്തു ഫി സഈദ്, ഞാൻ സഈദിൽ, സഈദ് പറഞ്ഞാൽ മണ്ണിൽ ഞാൻ ഉരുണ്ട് മറിഞ്ഞു. കമാ തതമറഗു ദാബ്ബ, ദാബത്ത് മൃഗങ്ങൾ ജീവികൾ മണ്ണിൽ പുരളുന്നത് പോലെ. കമാ തതമറഗു അദ്ദാബ്ബ, ദാബത്ത് പറഞ്ഞാൽ എന്താ, ജീവി, എഴീനൊക്കെ പറയും, ജന്തുക്കൾക്ക് പ്രത്യേകിച്ച്. പിന്നെ ജീവവർഗത്തിന് മൊത്തത്തിൽ ദാബത്ത് എന്ന് പറയും. ദാബത്തിന് എന്നുള്ളതിൻ്റെ ബഹുവചനാണ് ദവാബ്. അള്ളാഹു പറഞ്ഞത്, ഇന്ന ശർറ ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്മുല്ലദീന ലാ യഅഖിലൂൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജീവി അത് ബധിരരും മൂകരുമായ ചിന്തിക്കാത്ത മനുഷ്യരാണെന്ന് പറഞ്ഞത് ദവാബ്. ഏതായാലും ദാബത്ത് പുരണ്ട് മറിയുന്നത് പോലെ ഞാൻ മണ്ണിൽ എന്ത് ചെയ്തു, പുരണ്ട് മറിഞ്ഞു. സുമ്മ അതൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. ഫദക്കർതു ലഹു ദാലിക്, അത് ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുസ്മരിച്ചു. ഇങ്ങനെ ഉണ്ടായത്. എന്തിനാ അദ്ദേഹം മണ്ണിൽ പുരണ്ടത്, മറിഞ്ഞ്? വലിയ ശുദ്ധി ഉണ്ടായിട്ട് എന്തിനാ പുരണ്ട് മറിഞ്ഞ്? വെള്ളം കിട്ടിയില്ല. എന്തിനാ പുരണ്ടത്? അപ്പോൾ കുളിക്ക് പകരമായിട്ട്. എന്തിനാ കുളിക്കണത്? ശുദ്ധിയായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. ശുദ്ധി വരുത്തിയിട്ട് ഇങ്ങനെ കിടന്ന് മറിഞ്ഞ് പുരണ്ട് അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ട്. അതിനാണ്, അല്ലാതെ ഇപ്പോൾ റസൂലുള്ളാഹിന്റെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ നിസ്കരിച്ചതിന് ശേഷം സുമ്മ അതൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. ഫദക്കർതു ലഹു ദാലിക്, ഞാനത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുസ്മരിച്ചു. ഫഖാൽ, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ യക്ഫീക അൻ തഖൂല ബിയദൈക ഹാകദാ, ഇന്നമാ യക്ഫീക്, തീർച്ചയായും നിനക്ക് മതി. കാന യക്ഫീക്കുന്നുണ്ടോ? എല്ലാ ഇതിലുണ്ടോ? എല്ലാത്തിലും ഉണ്ടല്ലേ? അങ്ങനെ തയ്യ്. ഇന്നമാ കാന യക്ഫീക, എൻ്റെ അടുത്തുള്ള കോപ്പിയിൽ അതെങ്ങനെയല്ല. താങ്കൾക്ക് മതിയായിരുന്നു, താങ്കൾക്ക് മതിയായിരുന്നു. താങ്കൾക്ക് മതിയായിരുന്നു. അൻ തഖൂല ബിയദൈക, താങ്കളുടെ ഇരു കരങ്ങൾ കൊണ്ട് ചെയ്യൽ. അൻ തഖൂല എന്നാണ് അവിടെ കാലബി, തഖൂല എന്നാണ് അവിടെ പ്രവർത്തിക്കുക എന്നർത്ഥം. തഖൂല ബിയദൈക, താങ്കളുടെ കൈകൊണ്ട് പ്രവർത്തിക്കൽ. തഖൂല എന്നാണ് അവിടെ കാല യഖൂല് പറഞ്ഞു എന്നല്ല, പിന്നെയോ പ്രവർത്തിച്ചു എന്നാണ് അവിടെ അർത്ഥം. അൻ തഖൂല ബിയദൈക ഹാകദ, താങ്കളുടെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്താൽ താങ്കൾക്ക് മതിയായിരുന്നു. ഇങ്ങനെ തയമം ചെയ്ത് കാണിച്ചു കൊടുത്തു. സുമ്മ ദറബ, ശേഷം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചു. ബിയദൈഹി, തൻ്റെ ഇരു കരങ്ങൾ കൊണ്ടല്ല, ഭൂമിയിൽ അടിച്ചു. ദർബത്തൻ വാഹിദത്തൻ, ഒരടി. സുമ്മ മസഹ അശ്ശിമാല അലൽ യമീൻ, സുമ്മ എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസഹ തടവി, അശ്ശിമാല അലൽ യമീൻ, വലതിന്മേൽ ഇടതുകൊണ്ട്. വദാഹിറ കഫൈഹി,
സുമ്മ മസഹ ഷിമാൽ അലൽ യമീൻ, ഇടത് കൈ വലത് കൈമേ തടവി. എന്നിട്ട് വവാഹിറ കഫൈഹി, രണ്ട് കഫിൻ്റെയും തിരുദൂതരുടെ ഇരു കഫുകളുടെയും ബാഹിർ മുതുകും പുറം ഭാഗവും തടവി. വവജിഹു, മുഖവും തടവി, തിരുദൂതരുടെ മുഖവും തടവി. വജിഹു പറഞ്ഞാൽ വജുഹുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്നുകൂടി, സുമ്മ തൊറബ, തിരുദൂതർ അടിച്ചു, ബിയദൈഹി, തൻ്റെ ഇരു കരങ്ങൾ കൊണ്ട് അലർന്ന മണ്ണിൽ, ഭൂമിയിൽ, ദർബത്തൻ വാഹിദ, ഒരടി. സുമ്മ മസഹ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവി, അശ്ശിമാൽ അലൽ യമീൻ, ഇടത് കൈ വലത് കൈയിന്മേൽ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ തടവി. വവാഹിറ കഫൈഹി, രണ്ട് കഫിൻ്റെയും പുറം ഭാഗവും, വവജിഹു, തിരുദൂതരുടെ മുഖവും ഇതിന് കഫിൻ്റെ ബാഹിറും തടവി. മനസ്സിലായ? മുത്തഫഖുൻ അലൈഹി വല്ലഫ്ദുൽ മുസ്ലിം. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും അമ്മാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ പദപ്രയോഗം അത് മുസ്ലിമിൻ്റെ ഇതാണ്. വല്ലഫ്ദു ലി മുസ്ലിം, ലഫ്ദ് പറഞ്ഞാൽ ഈ ഹദീസിൽ ഈ പറഞ്ഞ ഈ എഴുതിയ ഈ പ്രയോഗം അത് ലി മുസ്ലിമിൻ്റേതാണ്. വഫി റിവായത്തിൽ ബുഖാരി, ബുഖാരിയുടെ ഒരു റിവായത്തിലുണ്ട്. അപ്പോൾ ബുഖാരിക്ക് ഒന്നിലേറെ റിവായത്തുണ്ട് ഈ ഹദീസിൽ. വഫി റിവായത്തിൽ ബുഖാരി, ബുഖാരിക്കുള്ള ഒരു റിവായത്തിലുണ്ട്, മറ്റൊരു റിവായത്തിലുണ്ട് ഇങ്ങനെ, വദറബ ബികഫൈഹിൽ അർള, വദറബ ബികഫൈഹി, തിരുദൂതർ തൻ്റെ ഇരു കഫുകൾ കൊണ്ട്, കഫ് പറഞ്ഞാൽ മുൻകൈകൾ കൊണ്ട് അടിച്ചു, അൽ അർള, ഭൂമിയിൽ. കഫൈഹി പറഞ്ഞാൽ ഇരു കഫുകൾ, തിരുദൂതരുടെ ഇരു കഫുകൾ കൊണ്ട് തിരുദൂതർ അടിച്ചു, അൽ അർള, ഭൂമിയിൽ, മണ്ണിൽ. വനഫഖ ഫീഹിമ, എന്നിട്ട് റസൂലുള്ളാഹി ദീദാവത്തിൽ രണ്ടിൽ ഊതി, ആ മണ്ണ് പൊടി ഊതി. വനഫഖ ഫീഹിമ സുമ്മ മസഹ ബിഹിമ, എന്നിട്ട് ആ കഫുകൾ കൊണ്ട് തിരുദൂതർ തടവി, കഫ് കൊണ്ട് തടവി. വജ്ഹഹു, തൻ്റെ മുഖവും, വകഫൈഹി, തൻ്റെ ഇരു കഫുകളും. കഫ് പറഞ്ഞാൽ മുൻകൈ. ഇതാണ് ഇമാം ബുഖാരിയുടെ ഒരു റിവായത്തിലുള്ളത്. മനസ്സിലായോ? വദറബ ബികഫൈഹിൽ അർള, തിരുദൂതരുടെ ഇരു കഫുകൾ കൊണ്ട് അടിച്ചു, അൽ അർള, മണ്ണിൽ, ഭൂമിയിൽ. വനഫഖ ഫീഹിമ, തിരുദൂതർ എന്നിട്ട് ആ കഫുകളിൽ ഊതി. സുമ്മ മസഹ ബിഹിമ, എന്നിട്ട് ആ കഫുകൾ കൊണ്ട് തിരുനബി തടവി. വജ്ഹഹു, തൻ്റെ മുഖവും, വകഫൈഹി, തൻ്റെ ഇരു കഫുകളും, മുൻകൈകളും. അത് പറയാം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഹദീസിനെ വിശദീകരിക്കാം. ഇവിടെ ഈ ഹദീസിലും ഇതേപോലെ കുറേ മസാലകളുണ്ട്. ഒന്ന്, അമ്മാർ ഇബ്നു യാസ് റളിയല്ലാഹു അൻഹുവിന് ആ യാത്രയിൽ എന്തുണ്ടായി? ജനാപത്തുകാരനായി. അപ്പോൾ ജനാപത്തുകാരനായിട്ടുണ്ടെങ്കിൽ അസൽ എന്താണ്? വെള്ളം ഉപയോഗിച്ചിട്ട് കുളിക്കണം എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം കുളിക്കാനുള്ള വെള്ളം കണ്ടെത്തിയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തമറഖതു ഫി സഈദ്, അദ്ദേഹം മണ്ണിൽ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഭൂമിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ പുരണ്ട്. കമാ തതമറഖു ദാബ, മൃഗങ്ങൾ, ജീവികൾ മണ്ണിൽ പുരളുന്നത് പോലെ കിടന്നു മറിഞ്ഞ്. അതിൽ ഖിയാസ് എന്ന പ്രമാണത്തിന് ഇതിൽ തെളിവുണ്ട്. ഖിയാസ് എന്താ? ഖിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതവിധി വന്ന ഒരു വിഷയത്തിൽ മതവിധി വരാത്തൊരു വിഷയത്തെ എന്ത് ചെയ്യലാണ്? താരതമ്യം ചെയ്യലാണ് ഒരു വിധിയിൽ. ഖിയാസ് മതത്തിൽ പ്രമാണമാണ് എന്നുള്ളതിന് ഇതിൽ തെളിവുണ്ട്. എന്തുകൊണ്ട്? അമ്മാർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയത് ജനാപത്തുകാരനാകുമ്പോൾ ശരീരം മുഴുവൻ എന്ത് ചെയ്യണം? വെള്ളാക്കിയിട്ട് കുളിക്കണം എന്നുള്ളതാണ്. വെള്ളം കിട്ടിയില്ലെങ്കിൽ മണ്ണ് ഉപയോഗിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം, ശുദ്ധി വരുത്താൻ. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഖിയാസ് ചെയ്ത്, എങ്ങനെ വെള്ളം ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത്? എല്ലായിടത്താണ് ഉപയോഗിക്കേണ്ടത്. അപ്പം മണ്ണ് ഉപയോഗിക്കുമ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുക എന്നുള്ളത് അദ്ദേഹം കുളിയോട് തയമ്മുമിന് എന്ത് ചെയ്ത്? ഖിയാസ് ചെയ്ത്. മനസ്സിലായ? കുളിയോട് തയമ്മുമിനെ ഖിയാസ് ചെയ്ത്. അദ്ദേഹത്തിന് അറിയാം വെള്ളം ശരീരത്തിൽ മുഴുവൻ ആക്കിയിട്ട് കുളിക്കണം എന്നുള്ളത്, ജനാപത്തുകാരനായ. വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തയമ്മം ചെയ്യണം എന്നറിയാം, പക്ഷെ എങ്ങനെ തയമ്മം ചെയ്യണം അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത്? മണ്ണ് ഉപയോഗിക്കുന്നതിനെ കുളിയോട് ഖിയാസാക്കി, തയമ്മുമിനെ കുളിയോട് ഖിയാസാക്കിയിട്ട് ഒന്നായിട്ട് ശരീരം മുഴുവൻ മണ്ണാക്കി, അങ്ങനെ പുരണ്ടിട്ട് കിടന്നു മറിഞ്ഞ് അദ്ദേഹം ശരീരം മുഴുവനാക്കി. അതാണ് ഖിയാസ്.
അപ്പം അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഉത്തരം. അദ്ദേഹത്തിന് തയമ്മം ചെയ്യാം എന്നറിയാം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ, പക്ഷേ എങ്ങനെ ജനാപത്തുകാരനായാൽ തയമ്മം ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത്? ഖിയാസ് ചെയ്തു. സുമ്മ അത്തൈത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കർതു ലഹു ദാലിക്. അദ്ദേഹം തിരുദൂതരുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം തിരുദൂതരോട് അത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. കണ്ട, മതപരമായ കാര്യത്തിൽ അവരൊരു ഗവേഷണാത്മകമായിട്ടൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിലും അത് ഉറപ്പ് വരുത്തുകയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പറയണത്. കണ്ടോ, അദ്ദേഹം ചെയ്ത കാര്യമാണെങ്കിലോ ആളുകൾ ചിരിക്കണ വിഷയമാണ്. ജനാപത്തുകാരനായി വെള്ളം കിട്ടിയില്ല, പിന്നെ അദ്ദേഹം ചെയ്തത് എന്താണ്? മണ്ണ് കിടന്ന് ആകെ ഉരുണ്ട് മറിയണം. സംഭവം ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. ഉണ്ടോ? എന്നിട്ടും ദീനീ കാര്യമായതുകൊണ്ടുള്ള ആ സൂക്ഷ്മത അമ്മാർ റളിയല്ലാഹു തആലയുടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഖാല ഇന്നമാ കാന യക്ഫീക അൻ തഖൂല ബിയദൈക ഹാകദ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇരു കരങ്ങൾ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മാത്രം മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ അത് വിശദീകരിച്ച് കാണിച്ച്. അതെന്താ? സുമ്മ ദറബ ബിയദൈഹി, തിരുദൂതരുടെ ഇരു കരങ്ങൾ കൊണ്ട് തിരുനബി അടിച്ചാൽ അർള മണ്ണിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ദർബത്തൻ വാഹിദ, ഒരടി. സുമ്മ മസഹ ഷിമാൽ അലൽ യമീൻ, പിന്നീട് ഇടത് കൈ വലത് കൈയിന്മേൽ തടവി, പൊടി പോക്കാനുള്ള തടവിൽ. വദാഹിറ കഫൈഹി, ഇരു കഫുകളുടെയും പുറം ഭാഗവും, വവജ്ഹു, തിരുദൂതരുടെ മുഖവും. അപ്പോൾ ഒരടി അടിച്ചാൽ തന്നെ എന്തായി? തയമ്മുമിന് മതി. മുഖത്തിന് വേറെ അടിക്കേണ്ട കാര്യമല്ല, ഒരടി അടിച്ചാൽ തന്നെ മുഖവും അതേപോലെ തന്നെ കൈപ്പടവും തടവാൻ അത് മതിയാകും. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അമ്മാർ റളിയല്ലാഹുവിൻ്റെ ഈ ഹദീസ് ഇത് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഇമാം മുസ്ലിമിൻ്റെ ലഫ്ളാണ് ഈ ഇവിടെ നൽകിയത്. ബുഖാരിയുടെ മറ്റൊരു റിവായത്തിൽ വഫി റിവായത്തിൽ ബുഖാരി വദറബ ബികഫൈഹിൽ അർള വനഫഖ ഫീഹിമ. അതുകൊണ്ട് തന്നെ മണ്ണിൽ അടിച്ചിട്ട് എന്ത് ചെയ്യുക? മണ്ണ് ഊതിക്കളയാം. അതാണ് ഇവിടെ കിട്ടുന്നത്. മണ്ണ് ഊതിയതിന് ശേഷം സുമ്മ മസഹ ബിഹിമ വജ്ഹഹു വ കഫൈഹി. ഇവിടെ ഒരു മസ്അല ഇതുകൊണ്ട് ഉള്ളത്, ഇദ്ദേഹം നിസ്കരിച്ചല്ലോ, എന്നിട്ടാണ് റസൂലുള്ളാഹിനോട് വന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിൻ്റെ വിധി എന്താ? മടക്കി നിസ്കരിക്കണോ? തയമ്മം അദ്ദേഹം ചെയ്ത രീതി ഇങ്ങനെയല്ല. അദ്ദേഹം തയമ്മം ചെയ്തത് വേറെ രീതിയിലാണ്. പക്ഷേ റസൂൽ എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹത്തോട് മടക്കി നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. അതിന് പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ ഒരു ജഹാലത്തിൽ എന്ത് ചെയ്ത് ഒരു ഇബാദത്തെടുത്ത് ആ ഇബാദത്തിൻ്റെ സമയം കഴിഞ്ഞു പോയി, എന്നിട്ടാണ് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചിട്ട് ഒരു ശരിയായ വിവരം കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം അത് മടക്കി നിസ്കരിക്കേണ്ട കാര്യമല്ല, അയാൾ ആ നിസ്കരിച്ചേ മതി. അതേസമയം ഒരാളൊരു നിസ്കാരം ഒരു ഇബാദത്തെടുത്ത് നിസ്കരിച്ച് അതിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ല, അയാൾക്ക് വിവരം കിട്ടി തെറ്റായി ചെയ്തത് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അത് മടക്കി നിസ്കരിക്കണം. ഏതുപോലെ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു ആൾ വന്ന് നിസ്കരിച്ച്, അയാൾ സ്പീഡ് മോഷനിൽ നിസ്കരിച്ച്, ഖുശൂഇല്ലാതെ നിസ്കരിച്ച്, തുമഅനീനത്തില്ലാതെ നിസ്കരിച്ച്. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത് അദ്ദേഹത്തോട്? ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. കാരണം അയാൾ അവിടെ തന്നെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കാണുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് മടക്കി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരാളൊരു ഇബാദത്തെടുത്ത് അയാൾക്ക് അജ്ഞതയിൽ ആ ഇബാദത്തിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞു പോയതിന് ശേഷമാണ് അതിനെക്കുറിച്ച് വിവരം കിട്ടുന്നത് എങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല? അദ്ദേഹം അതിൻ്റെ പേരിൽ മടക്കി നിസ്കരിക്കേണ്ടതില്ല. സമയം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, സമയത്താണ് എങ്കിൽ അയാൾ അത് മടക്കി നിസ്കരിക്കണം. കഫൈ വജ്ഹഹു, അത് ആദ്യം മുഖം തടവിയാലും കഫ് തടവിയിട്ടുണ്ടെങ്കിലും ഇതിലെന്തില്ല? തയമ്മം സാധുവാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ ഫതയമ്മമു സഈദൻ തയ്യിബൻ ഫംസഹു ബിവുജൂഹിക്കും വ ഐദീക്കും മിൻഹു. ഫംസഹു, നിങ്ങൾ തടവണം, ബിവുജൂഹിക്കും വ ഐദീക്കും മിൻഹു, നിങ്ങളുടെ മുഖവും നിങ്ങളുടെ കൈകളും ഐദീക്കും, കൈകൾ തടവണം. കൈകൾ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കഫാണ് അതിൻ്റെ ഉദ്ദേശം. കുഴയാം അല്ലെങ്കിൽ ഊതിക്കളയാം. മണ്ണ് ഇങ്ങനെ പുരത്തൽ എന്തല്ല, ഷർത്തൊന്നല്ല, മണ്ണിൽ അടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പൊടി ഊതിയതിന് ശേഷം ആ കൈ കൊണ്ട് തടവുക എന്നുള്ളത്. അത് നിർബന്ധ സാഹചര്യം. ഹോസ്പിറ്റലുകളൊക്കെ നിർബന്ധ സാഹചര്യങ്ങളാണ്. അത് ഒന്നുകൂടി വിശാലമായ ഒരു സമീപനം അവിടെ സ്വീകരിക്കാം. അതേസമയം നമ്മൾ സാധാരണഗതിയിലാണ്, വെള്ളം കിട്ടിയില്ല, മണ്ണുണ്ട് എങ്കിൽ മണ്ണ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം മണ്ണ് എന്നുള്ള പ്രയോഗം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ സഈദിന് മണ്ണ് എന്ന്, ശുദ്ധമായ മണ്ണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതേസമയം ഒരാൾ മണലിലടിച്ച്
ചിലപ്പോൾ നല്ല മണലിലടിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും പൊടി ഉണ്ടാവില്ല. ചുമരിലടിച്ച് പാറമ്മ അടിച്ച് അയാളുടെ തയമ്മും ശരിയാണ്. തയമ്മും ശരിയാണ്. തയമ്മും ഷറാക്കുന്നത് വളരെ പിൽക്കാലത്താണ്. ഹിജ്റയുടെ 6-ൽ ഒരു യുദ്ധയാത്രയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാല നഷ്ടപ്പെട്ടിട്ട് സഹാബികളെല്ലാവരും വൈകിയ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, തയമ്മുമിനെ ഷറാക്കുന്നത്. തയമ്മുമിൻ്റെ ആയത്തിറങ്ങുന്ന ആ രാത്രിയാണ് ഹിജ്റയുടെ 6-ൽ. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി ഇതിൻ്റെ വിഷയങ്ങൾ ഇനി നമുക്ക് ചിലത് ഇനി വരും. അത് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.